രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. ബിൽ ഉടൻ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. ഈ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ബജറ്റ് സമ്മേളനത്തിൽ ബില്ല് കൊണ്ടുവരുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, താഴെത്തട്ടിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ഒരേ സമയം നടത്തുന്ന ബില്ല് ആലോചനയ്ക്കെടുത്തപ്പോഴേ ഏറെ വിമർശനങ്ങൾ വന്ന ബില്ലാണ്. ഇതാ കേന്ദ്രമന്ത്രിസഭാ യോഗം ബില്ലിന് അനുമതി നൽകിയിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ചർച്ച തുടങ്ങുമ്പോൾ പാർലമെന്റ് തീപിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. വിവരങ്ങൾ. സുഹൈല്, ഈ ബില്ലിനെതിരെ പ്രതിപക്ഷം നേരത്തെ തന്നെ എതിർപ്പുകൾ ഉന്നയിച്ചിട്ടുണ്ട്. ബില്ലിനെ കുറിച്ച് പഠിക്കുന്നതിനായി നിയോഗിച്ച രാംനാഥ് കോവിന്ദ് സമിതിക്ക് മുന്നിൽ പ്രതിപക്ഷ പാർട്ടികൾ കടുത്ത വിമർശനങ്ങൾ, എതിർപ്പ് എന്നിവ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു റിപ്പോർട്ട് കേന്ദ്രമന്ത്രിസഭ അംഗീകരിക്കുകയും തുടർന്നാണ് ഈ ബില്ലിനുള്ള അനുമതി കൂടി കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലിന് അനുമതി നൽകിയിരിക്കുന്നത്. പാർലമെന്റിന്റെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ശീതകാല സമ്മേളനത്തിൽ തന്നെ ഈ ബില്ല് കൊണ്ടുവരാനാണ് ആലോചിക്കുന്നത്. കാരണം നേരത്തെ ലിസ്റ്റ് ചെയ്തിരുന്ന ബില്ല്, വഖഫ് ഭേദഗതി ബില്ല്, ഈ സമ്മേളനത്തിൽ നേരത്തെ നിശ്ചയിച്ചിരുന്നെങ്കിലും അത് പിന്നീട് മാറ്റിവെച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലമുണ്ട്. കൂടാതെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും എതിർപ്പുണ്ടാകും എന്ന് സർക്കാർ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബില്ലിന്റെ കാര്യത്തിൽ എന്ത് സമവായത്തിനും തയ്യാറാണ് എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ബില്ല് കൊണ്ടുവന്ന് പ്രതിപക്ഷം എതിർപ്പുന്നയിക്കുകയാണെങ്കിൽ അത് JPCക്ക് വിടാനും തയ്യാറാണ് എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന സൂചന. ഇത്തരത്തിൽ മറ്റ് പാർട്ടികളുടേത് അടക്കമുള്ള ആളുകളുടെ എല്ലാം അഭിപ്രായ രൂപീകരണം നടത്തിയ ശേഷമായിരിക്കും ബില്ല് പിന്നീട് അവതരിപ്പിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചർച്ചകൾക്ക് ഈ സമ്മേളനത്തിൽ തന്നെ തുടക്കം കുറിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. സുഹൈൽ സൂചിപ്പിച്ച പോലെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ഒറ്റഘട്ടം അല്ലെങ്കിൽ ഒന്നിച്ച് നടത്തുക എന്നുള്ളതാണ് ഇതിലൂടെ BJP ലക്ഷ്യം വെക്കുന്നത്. BJPയുടെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഈ ബില്ല് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചു വരിക എന്നും നൽകിയ വാഗ്ദാനങ്ങൾ കൃത്യമായി തന്നെ പാർട്ടി പാലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ചിത്രീകരിക്കുക എന്നതുകൂടി ഈ ശീതകാല സമ്മേളനത്തിൽ തന്നെ ബില്ല് കൊണ്ടുവരാനുള്ള നീക്കത്തിലൂടെ BJP ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷ പാർട്ടികളാകട്ടെ ഇതിനെ ഒരേ സ്വരത്തിൽ എതിർക്കുക എന്ന് തന്നെയാണ്. BJPക്ക് സാങ്കേതികമായി നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്നും അത് ഒരു ഘട്ടത്തിലും അംഗീകരിക്കാൻ ആകില്ല എന്നും കൂടാതെ രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ് ഈ ബില്ല് എന്നുമാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ബൽറാം, ആലോചന തുടങ്ങിയപ്പോൾ പ്രതിഷേധം ശക്തമായ ഒരു ബില്ല് അല്ലെങ്കിൽ ആലോചന കൂടിയാണ് വൺ നേഷൻ വൺ പോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ അത്തരത്തിലൊരു ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം കൂടി നൽകുമ്പോൾ ഇതിൽ ഉയർന്നു വരുന്ന പ്രധാന ചോദ്യം തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിന് 5 വർഷത്തെ കാലാവധി ഭരണഘടന ഉറപ്പുവരുത്താണ്, ചില പ്രത്യേക ഘട്ടത്തിൽ ഒഴികെ. അപ്പോൾ ഇതടക്കം വലിയ രീതിയിൽ ഒരു ഭേദഗതി ഭരണഘടനയിലടക്കം കൊണ്ടുവരേണ്ട സ്ഥിതിവിശേഷം ഈ ബില്ല് അവതരിപ്പിച്ചാൽ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഒരു സമവായത്തിലേക്കായിരിക്കില്ലേ കാര്യങ്ങൾ എത്തിക്കാൻ പരമാവധി കേന്ദ്ര സർക്കാർ ശ്രമിക്കുക? സുഹൈൽ, തീർച്ചയായും ഈ ബില്ലിനെതിരെ എതിർപ്പ് ഉയരും എന്ന ഉറപ്പ് കേന്ദ്ര സർക്കാരിന് ഈ ഘട്ടത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ അത് നേരത്തെ തന്നെ ഈ ബില്ല് അവതരിപ്പിച്ച് ഒരു JPCക്ക് വിടുക, അടുത്ത സമ്മേളനത്തിലേക്ക് ആ JPCയുടെ റിപ്പോർട്ടിലേക്ക് കടക്കുക, ഇത്തരത്തിൽ ഒരു സമയബന്ധിതമായ കണക്കുകൂട്ടലോട് കൂടിയാണ് സർക്കാർ ഈ ശീതകാല സമ്മേളനത്തിൽ തന്നെ ബില്ല് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. പ്രതിപക്ഷത്തിൽ നിന്നും എതിർപ്പ് ഉയർന്നാൽ ഉടൻ തന്നെ സംയുക്ത പാർലമെന്ററി സമിതിക്ക് ഈ ബില്ല് വിടുക എന്ന് തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സമിതി മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരുകൾ അടക്കമുള്ളവരുമായും കൂടിയാലോചന നടത്തി എല്ലാവരുടെയും അഭിപ്രായ സ്വരൂപണം നടത്തിയ ശേഷമായിരിക്കും സമവായത്തോടെ ഈ ബില്ല് കൊണ്ടുവരിക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കടുത്ത എതിർപ്പ് ഈ വിഷയത്തിൽ ഉണ്ടാകും. സാങ്കേതികമായി ഒട്ടേറെ വെല്ലുവിളികൾ ഈ ബില്ല് നടപ്പാക്കുന്നതിലൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കാൻ കഴിയാതെ പല സംസ്ഥാന സർക്കാരുകൾ പിരിച്ചുവിടേണ്ട സാഹചര്യം ഇതിലൂടെ ഉണ്ടാകും. ഒപ്പം തന്നെ ചില സർക്കാരുകൾക്ക് കാലാവധി നീട്ടി നൽകേണ്ട സാഹചര്യം ഉണ്ടാകും. ഇതുകൂടാതെ മറ്റ് സാങ്കേതികമായ ഒട്ടേറെ ചോദ്യങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ അടക്കം ഈ ബില്ല് നടപ്പാക്കുമ്പോൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കണ്ടെത്തുക എന്നുള്ളത് ഇതിന് പ്രധാനമാണ്. ഫെഡറൽ സംവിധാനം തന്നെ തകർക്കുന്ന തരത്തിൽ BJPക്ക് സാമ്പത്തികമായും ഒപ്പം തന്നെ സാങ്കേതികമായും നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ബില്ല് നിർമ്മിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്
ഇടത് പാർട്ടികൾ എന്നിവർ ശക്തമായ എതിർപ്പ് രാംനാഥ് കോവിന്ദ് സമിതിക്ക് നൽകിയ വിശദീകരണത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ബില്ല് JPCക്ക് വിടുമോ, ഈ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കുമോ, എന്തൊക്കെ നടക്കുമെന്ന് കണ്ടറിയണം. എന്തായാലും ഫെഡറൽ സംവിധാനത്തിന് വലിയ രീതിയിൽ കോട്ടം വരുത്തുന്ന ബില്ലാണെന്ന ആരോപണം പ്രതിപക്ഷം ഇതിനോടകം ഉയർത്തിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങോടെയാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.